ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ എങ്ങനെ നമുക്ക് മറ്റൊരു OS ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന OS കലി ലിനക്സ് ആണ്. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് നിങ്ങൾ വേറെ ഏതെങ്കിലും OS ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോഴും. ഇതിനായിട്ട് നിങ്ങൾക്ക് മൊത്തം 3 സാധനങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന് റൂഫോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, മറ്റൊന്ന് നിങ്ങൾ ബൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന OSന്റെ ISO ഫയൽ, പിന്നെ ഒരു USB. ഈ USB 8 GB അല്ലെങ്കിൽ അതിൽ മേലെ സൈസുള്ളതോ വേണം. അല്ലാതെ 4 GB USB നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ USB ബൂട്ട് ചെയ്തതിനു ശേഷം 12.2 GB മേലെ സൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ 8 GB സൈസും പറ്റൂല. 8 GB മേലെ, അതായത് 16 GB 32 GB ഒരു പെൻഡ്രൈവ് ആണ്. ഈ പെൻഡ്രൈവ് നിങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അതിൽ ആവശ്യമുള്ള ഡാറ്റകളൊക്കെ സേവ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ കലി ലിനക്സ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ കലി ലിനക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അവിടെ 64 ബിറ്റാണ് എൻ്റെ സിസ്റ്റം. നിങ്ങളുടെ സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ അത് നോക്കി ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ടൊറൻറ്റ് വഴി, ഒന്ന് ഡയറക്റ്റ് ബ്രൗസർ ചെയ്യണം. ബ്രൗസർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം റൂഫോസ് എന്ന് സെർച്ച് ചെയ്യുക. റൂഫോസ് എന്ന് സെർച്ച് ചെയ്ത ശേഷം റൂഫോസിൻ്റെ വെബ്സൈറ്റിൽ കയറുക. അതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അടിയിലായിട്ട് റൂഫോസ് 3.10 1.1 MB എന്ന് കാണാം. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ശേഷം റൂഫോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ കലി ലിനക്സ് F16 GB എന്ന് കാണിക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 14 GB പെൻഡ്രൈവാണ് ഞാനിത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റാൾ കലി ലിനക്സ് എന്ന് കാണിക്കാൻ കാരണം ഞാനിത് ഓൾറെഡി ബൂട്ട് ചെയ്തേക്കുന്ന ഒരു USB ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പെൻഡ്രൈവ് ഫോർമാറ്റിന് ശേഷം കണക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ കാണിക്കില്ല. നിങ്ങളുടെ USB പേരേ കാണിക്കുള്ളൂ. അതിനുശേഷം ബൂട്ട് സെലക്ഷൻ്റെ അടിയിൽ ഡിസ്കോർ ISO ഇമേജ് എന്ന് കാണാം. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെലക്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം കലി ലിനക്സ് 2020.2 ഇൻസ്റ്റാളർ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ISO ഫയലാണ്. അത് ഓപ്പൺ ചെയ്യുക സെലക്ട് ചെയ്തിട്ട്. അതിനുശേഷം ഈ ഓപ്ഷൻസ് ഒന്നും മാറ്റാൻ നിൽക്കണ്ട. ഇതെല്ലാം സെയിം ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷനാണ്. അത് അങ്ങനെ തന്നെ നിന്നാൽ മതി. ഇവിടെ സ്റ്റാറ്റസിൻ്റെ അടിയിൽ റെഡി എന്ന് കാണാം. അതിനർത്ഥം നിങ്ങൾ ഡൗൺലോഡ് വെച്ച ISO ഫയൽ എറേഴ്സ് ഒന്നുമില്ല എന്നാണ്. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുക. 3 to 5 മിനിറ്റ്സിനുള്ളിൽ ആ USB, അതായത് ബൂട്ടബിൾ USB ക്രിയേറ്റ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ പാർട്ടീഷനിലേക്കാണ് ഞാൻ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, ഇവിടെ ന്യൂ വോളിയം എന്ന് കാണിക്കുന്നത് എനിക്ക് 318 GB ഫ്രീ അല്ല, ടോട്ടൽ സ്പേസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ സ്ട്രിംഗ് വോളിയം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്കൊരു 50 GB നിന്ന് സ്ട്രിംഗ് ചെയ്ത് മാറ്റണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. 50 GB എന്ന് പറയുമ്പോൾ 51,200 MB ആണ് വരുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എത്ര GB ആണോ ഈ ലിനക്സിന് വേണ്ടി മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്യുക. അപ്പം ഞാനിവിടെ 50 GB ആണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇൻറ്റു 1 MB എന്ന് പറയുന്നത് 1024 bytes ആണ്, വിച്ച് മീൻസ് KB. അത് കാൽക്കുലേറ്റ് ചെയ്താൽ 51,200 എന്ന് കാണാം. അതാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സ്ട്രിംഗ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ 50 GB അൺഅലോക്കേറ്റഡ് എന്ന് പറഞ്ഞ് കാണാം. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ വോളിയം കൊടുക്കുക. നെക്സ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് ന്യൂ വോളിയം എന്ന് കാണാം. അത് ആ പേര് ഡിലീറ്റ് ചെയ്തിട്ട് ലിനക്സ് എന്ന് കൊടുക്കുക. ആ പേര് മാറ്റണമെന്നൊന്നുമില്ല, ഞാൻ ചുമ്മാ ലിനക്സിന് കൊടുത്തു എന്നുള്ളൂ. 50 GB ഫോർമാറ്റിംഗ്. ഓക്കെ, നമ്മുടെ പുതിയ പാർട്ടീഷൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളിത് ക്ലോസ് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ബൂട്ട് മെനുവിൽ കയറണം.
അതിനായിട്ട് നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്ത് പവർ ഓൺ ചെയ്യുമ്പോൾ ബൂട്ട് മെനുവിൻ്റെ കീയിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്തിരുന്നാൽ ബൂട്ട് മെനു ലോഡായി വരുന്നതാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെ ബൂട്ട് മെനുവിലേക്ക് കയറാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റം ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ആയ സിസ്റ്റം ബൂട്ട് ചെയ്യുക. സിസ്റ്റം ബൂട്ടായി വരുന്ന സമയത്ത് നിങ്ങളുടെ ബൂട്ട് മെനുവിലേക്ക് കയറാനുള്ള കീ ഏതാണോ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്തിട്ടിരിക്കുക. എൻ്റെ കീ എന്ന് പറയുന്നത് ഇവിടെ F12 ആണ്. നിങ്ങൾക്കിവിടെ കാണാൻ സിസ്റ്റം ഓൺ ആവുന്നുണ്ട്. ടൈം എടുക്കും ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ ബൂട്ട് മെനുവിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം ഇവിടെ UEFI ബൂട്ടിൽ കാലി എന്ന് കാണിച്ചത് കാണാം. ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് സെലക്ട് ചെയ്യരുത്. ചേഞ്ച് ബൂട്ട് മോഡ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ കയറുക. അതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം UEFI ബൂട്ട് മോഡ് സെക്യൂർ ബൂട്ട് ഓഫ് എന്നാണ് കാണിക്കുന്നത്. അത് നമ്മൾ ഓൺ ആക്കണം. അതിനായിട്ട് അത് സെലക്ട് ചെയ്യുക, യെസ് കൊടുക്കുക, അപ്ലൈ ദ ചേഞ്ചസ്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം വീണ്ടും ഷട്ട് ഡൗൺ ആവും. എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ബൂട്ടായി വരുന്നതാണ്. അപ്പോൾ അത് ബൂട്ടായി വരുന്ന സമയത്ത് വീണ്ടും നിങ്ങളുടെ ബൂട്ട് മേലേക്ക് കയറാനുള്ള കീ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പല സിസ്റ്റത്തിലും പല ടൈപ്പായിരിക്കും ഇത് മാറ്റുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഇവിടെ ഞാൻ വീണ്ടും എൻ്റെ ബൂട്ട് മെനുവിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം UEFI സാൻഡിസ്ക് പാർട്ടീഷൻ 1. എൻ്റെ പെൻഡ്രൈവ് എന്ന് പറഞ്ഞാൽ സാൻഡിസ്കിൻ്റെ ആണ്. അതാണ് അങ്ങനെ കാണിക്കുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്യുമ്പോൾ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ബൂട്ട് മോഡിലേക്ക് വരും. അവിടെ ഗ്രാഫിക്കൽ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് നിങ്ങളൊരു ലാപ്ടോപ്പിലാണ് നിങ്ങൾ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളൊരു മൗസ് യൂസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന മൗസ് വർക്കാവുന്നതല്ല. അതുകൊണ്ടാണ് നിങ്ങളടുത്തൊരു എക്സ്റ്റേണൽ മൗസ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങളടുത്ത് സെലക്ട് ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത്. അത് ഡിഫോൾട്ട് എടുക്കുന്നത് സെലക്ട് ചെയ്യുക. പിന്നെ ടെറിട്ടറി അത് സെലക്ട് ചെയ്യുക. പിന്നെ കീബോർഡിൻ്റെ ലേഔട്ടാണ് വയ്ക്കുന്നത്. അത് അമേരിക്കൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യേണ്ടത്. അതും കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ഡിറ്റക്ട് ആൻഡ് മൗണ്ട് ഇൻസ്റ്റാളേഷൻ മീഡിയ എന്ന് കാണാം. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയറാണ്. ഒരു 1.5-2 മണിക്കൂറോളം എടുക്കും ഇത് ഇൻസ്റ്റാളായി വരാൻ. അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പവർ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഇതിൻ്റെ സ്പീഡും. കുറച്ച് ലോഡിങ് പ്രൊസീജിയറാണ്. ഒന്ന് കഴിയട്ടെ. ഇവിടെ ഡിറ്റക്ട് നെറ്റ്വർക്ക് ഹാർഡ്വെയർ എന്ന് പറഞ്ഞൊരു സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണാം. ലോഡ് മിസ്സിംഗ് ഫേംവെയർ ഫ്രം നെറ്റ്വർക്ക് മീഡിയ, അത് നോ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഈ പ്രൊസീജിയർ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി കാണുക. ഈ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കാലി ലിനക്സ് മര്യാദയ്ക്ക് സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നേന്ന് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ നിങ്ങൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണുക. ഇവിടെ കൺഫിഗർ ദ നെറ്റ്വർക്ക് എന്നൊക്കെ കാണാം. അതങ്ങനെ പോട്ടെ.
ഇവിടെ കൺഫിഗർ നെറ്റ്വർക്ക് അത് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം കൺഫിഗർ നെറ്റ്വർക്ക് എന്ന ഓപ്ഷനല്ല സെക്ഷനിൽ അടിയിൽ ഡു നോട്ട് കൺഫിഗർ നെറ്റ്വർക്ക് ദിസ് ടൈം എന്ന ഓപ്ഷൻ കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ ഹോസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്, അത് കാലി എന്ന് തന്നെ സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ. ഇവിടെ ഫുൾ നെയിം ഫോർ ദ യൂസർ ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളൊരു പേരാണ് ചോദിക്കുന്നത്. ഇവിടെ ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. യൂസർ നെയിമാണ് ചോദിക്കുന്ന അക്കൗണ്ടിൻ്റെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ടൈം സോൺ ആണ് ചോദിക്കുന്നത്, അത് ഈസ്റ്റേൺ തന്നെ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് ലോഡായി വരുന്നത്. ഇവിടെ എന്താണ് ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിസ്കുകളാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടീഷൻസ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടുണ്ട്. ഇവിടെ മാനുവലാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ ഇവിടെ 16 GB കാണിക്കുന്നത് പെൻഡ്രൈവ് ആണ്. അതൊരു കാരണവശാലും സെലക്ട് ചെയ്യരുത്. ഇവിടെ 53.7 GB എന്ന് കാണാം. അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ 50 GB പാർട്ടീഷനാണ് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ അതിനൊരു പേര് വയ്ക്കും. എനിക്ക് പേര് ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് കളയാണ്. ഒരു കണ്ടിന്യൂ കൊടുക്കുന്നു. എന്നിട്ട് ഈ ഡ്രൈവ് എന്തായിട്ടാണ് ഉപയോഗിക്കേണ്ടതെന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ ലിനക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നവരാണെങ്കിൽ അറിയാം, ലിനക്സിൽ സ്വാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ലിനക്സിൻ്റെ ഒരു റൂളാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 2 GB നമ്മൾ 50 GB മാറ്റണം. അപ്പോൾ അത് സ്വാപ്പ് ഏരിയ എന്നത് സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് റീസൈസ് ദ പാർട്ടീഷൻ എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് 37.7 GB എന്തോരമാണ് സ്വാപ്പ് ഏരിയയിലേക്ക് കൊടുക്കേണ്ടതെന്ന് വയ്ക്കും. അത് നമ്മൾ യെസ് കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ 50.7 GB എന്നുള്ളത് മാറ്റി 2.0 GB എന്ന് കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ ശരിയാവില്ല, ഒരു പ്രാവശ്യം ചെയ്യണം, എങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. അത് ഓപ്പൺ ചെയ്തിട്ട് ഡിലീറ്റ് ദ പാർട്ടീഷൻ കൊടുക്കുക. ഇപ്പോൾ കാണാം, അത് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് എ ന്യൂ പാർട്ടീഷൻ. അത് ഇനി വേണം നമ്മൾ ശരിക്കും 2.0 GB കൊടുക്കാൻ. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ബിഗിനിങ് കൊടുക്കുക. എന്നിട്ട് ഇത് യൂസേഴ്സ് എന്നുള്ളടത്ത് സ്വാപ്പ് ഏരിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡൺ സെറ്റിംഗ് അപ്പ് ദ പാർട്ടീഷൻ അത് സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മൾ 2 GB സ്വാപ്പ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത ബാക്കി എന്ന് പറയുന്നത് 50.7 GB ആണ്, 51.7 GB ആണ്. ആ സെലക്ട് ചെയ്ത ശേഷം ക്രിയേറ്റ് എ ന്യൂ പാർട്ടീഷൻ. ആ സൈസ് നമുക്ക് ഫുള്ളായിട്ടാണ് കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ഇവിടെ യൂസേഴ്സ് എന്നുള്ളത് ext4 ജേർണലിംഗ് ഫയൽ സിസ്റ്റം എന്നുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക, മാറിയാണ് കിടക്കുന്നതെങ്കിൽ. പിന്നെ മൗണ്ട് പോയിന്റ് എന്ന് പറയുന്നത് ദി റൂട്ട് ഫയൽ സിസ്റ്റം, അത് സെലക്ട് ചെയ്യുക. ബാക്കിയൊന്നും മാറ്റണ്ട, അതുപോലെ തന്നെ ഡിഫോൾട്ടായിട്ട് നോട്ടെ കണ്ടിന്യൂ കൊടുക്കാം. താഴത്തെ ഡൺ സെറ്റിംഗ് ഓഫ് ദ പാർട്ടീഷൻ കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡ്രൈവുകൾ വീണ്ടും കാണിക്കും. അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് സ്റ്റോറേജും ഇത് സ്വാപ്പ് ഏരിയയുമാണ്. അത് ഫിനിഷ് പാർട്ടീഷൻ ആൻഡ് റൈറ്റ് ചേഞ്ചസ് ടു ഡിസ്ക് എന്ന് കാണിക്കും. അത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അതിൻ്റെ ഒന്ന് ഫോർമാറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ യെസ് കൊടുക്കാം. പാർട്ടീഷൻ ഫോർമാറ്റിംഗ്. ഇവിടെ നമ്മുടെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. സിസ്റ്റം അല്ല, OS നമ്മൾ സെലക്ട് ചെയ്യുന്ന പാർട്ടീഷനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഞാൻ അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇട്ടായിരുന്നത് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇവിടെ നെറ്റ്വർക്ക് മിററാണ് ചെയ്യുന്നത്. അത് നോ കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇവിടെ സെലക്ട് ആൻഡ് ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ എന്നുള്ളത് സെക്ഷൻ വീണ്ടും പോപ്പപ്പ് ആയിരുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആ സെക്ഷൻ ലോഡായി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ അടുത്ത് അഡീഷണൽ ആയിട്ട് സോഫ്റ്റ്വെയർ എന്തൊക്കെ വേണമെന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സെലക്ട് ചെയ്യാമെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാതിരിക്കാം.
ഇതെല്ലാം ടിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോഴാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ശരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന പാർട്ടീഷനിലേക്ക് ഇൻസ്റ്റാൾ ആകാൻ തുടങ്ങുന്നത്. ഈ പ്രൊസീജിയറാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 1.5 മുതൽ 2 മണിക്കൂറോളം എടുക്കുമെന്ന്. അപ്പോൾ നമുക്ക് ആ ടൈം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കൂടെ നോക്കിയാൽ കാണാം ആ ടാസ്ക് ബാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടാസ്ക് ബാറല്ല, ടാസ്കിലേയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ഫിനിഷ് ആവുകയാണ് ഇൻസ്റ്റാളേഷൻ. അതിനുശേഷം സിസ്റ്റം ഒന്ന് ഷട്ട് ഡൗൺ ആവുന്നതാണ്. സിസ്റ്റം ഷട്ട് ഡൗൺ ആയ ശേഷം വീണ്ടും ബൂട്ടായി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കലി ലിനക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസാണ് കിട്ടുന്നത്. ഒന്ന് ഡയറക്റ്റ് കലി ലിനക്സിലേക്ക് ലോഗിൻ ചെയ്യാനും മറ്റേത് വിൻഡോസ് ഓപ്പൺ ചെയ്യാനും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കലി ലിനക്സ് ബൂട്ട് ചെയ്യാനും, തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിൻഡോസ് ബൂട്ട് മാനേജർ എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കലി ലിനക്സിലേക്ക് കയറാം. കലി ലിനക്സിൻ്റെ ബൂട്ടിംഗ് ലോഗോ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കലി ലിനക്സിൻ്റെ ബൂട്ടിംഗ് ലോഗോ അവിടെ കാണിക്കുന്നുണ്ട്. ലോഗോയിലൊരു നീല വര വരുന്നുണ്ട്. അത് ഫുള്ളായി കഴിഞ്ഞാൽ കലി ലിനക്സിൽ ബൂട്ടാവുന്നതാണ്. ഫസ്റ്റ് ബൂട്ടിംഗ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ബൂട്ടാവാൻ. അപ്പോൾ ഇവിടെ ബൂട്ടിംഗ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം കാണാം. ഇതാണ് എൻ്റെ യൂസർ നെയിം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം കലി ലിനക്സ് ബൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കലി ലിനക്സിൻ്റെ ഇൻ്റർഫേസ്. ഇത് നമുക്ക് ഇനി ലോഗൗട്ട് ചെയ്ത് വിൻഡോസിലേക്ക് വരണമെങ്കിൽ ടോപ്പ് സൈഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം പവർ ഓഫ് ഓർ ലോഗൗട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പവർ ഓഫ് കൊടുക്കുക. അപ്പോൾ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കലി ലിനക്സിൻ്റെ ബൂട്ടിംഗ് മെനു വരും. അതിൽ വിൻഡോസ് ബൂട്ട് മാനേജർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ച് വിൻഡോസിലേക്ക് കയറാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. സോ സീ യു സൂൺ.